ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എന്റെ കല്യാണം ആകുമ്പോഴത്തേക്കും എന്റെ വീട്ടുകാരെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക, എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവർക്ക് ചെലവ് കുറച്ചു കൊടുക്കുക എന്നതായിരുന്നു. അപ്പം എന്റെ ഉള്ള സേവിങ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഗോൾഡ് ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും വാങ്ങിയില്ല, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് എന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. കൊള്ളാല്ലേ, ഈ കുട്ടിയുടെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. കല്യാണം ഒക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടുകാരെ അധികം ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു ചിന്ത നല്ലൊരു കാര്യം തന്നെ. സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി കുറെ പൈസ സേവ് ചെയ്ത് വെച്ച് സ്വർണ്ണമൊക്കെ മേടിക്കുന്നു പറഞ്ഞു നല്ലൊരു കാര്യം. ഈ കമ്മൽ ഞാൻ വാങ്ങിയത് ആക്ച്വലി അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്തായാലും അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്തത് രാജ ഗെയിംസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ അത് അറ്റ് എൻഡ് ഓഫ് ദ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള കൺവിൻസിങ് ആയിരുന്നല്ലേ? കൊള്ളാം, നല്ല കൺവിൻസിങ്. ഇതിൽ കുറച്ച് പേരെങ്കിലും വീണു പോകും. ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർക്കൊക്കെ തട്ടിപ്പാണെന്ന് അറിയാമെങ്കിലും കുറച്ച് പേരെങ്കിലും ഈ ഒരു പരസ്യം കാണുമ്പോൾ ഒന്ന് വീണു പോകും. കാരണം പല പെൺകുട്ടികളും സ്വന്തം കാലിൽ നിന്ന് സ്വന്തം അമ്മയ്ക്ക് അച്ഛനൊക്കെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അവരെ കുഴിച്ചടിക്കാൻ വേണ്ടി കൺവിൻസ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് എമൗണ്ട് വെച്ചിട്ടുള്ള ഒരു ഗെയിം ആയതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്യം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. മാത്രമല്ല സ്വന്തം താല്പര്യാർത്ഥം മാത്രം ചെയ്യുക. അയ്യോ, പറഞ്ഞു തന്നാ നന്നായി. ആർക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. അതുവേ ആൾക്കാരെ കുഴിച്ചടിക്കാൻ വേണ്ടി അത്രയും നല്ലൊരു കൺവിൻസിങ് നടത്തിയിട്ട് അവസാനം പൈസ കളിയാണ്. നിങ്ങൾ സ്വന്തം റിസ്ക് കളിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പല അമ്മയോടും പറഞ്ഞിട്ടുള്ളതാണ്, ഉപദേശം രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട എന്നുള്ളത്. ഇത് പൈസ വെച്ചൊരു കളിയാണ്. ഇതിൽ പൈസ പോകും, ഇതിൽ അഡിക്ഷൻ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്? നിങ്ങളിപ്പോ ചെയ്യുന്നത് പൈസ വാങ്ങി പച്ചയ്ക്ക് നാട്ടുകാരെ പറ്റിക്കുക എന്നുള്ള പരിപാടിയല്ലേ? എന്നിട്ട് അമ്മയ്ക്ക് അത് മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കൊടുക്കത്തെ ഒരു കൺവിൻസിങ്. അല്ലെങ്കിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഡിസ്ക്ലൈമർ ഇതാണ്, ഇത് നിങ്ങൾ ഏറെ കയറാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും മാത്രം പ്രൊമോട്ട് ചെയ്യുക.